നമ്മുടെ സ്കൂളിൽ പിള്ളേരെല്ലാം പഠിപ്പിച്ച് അവരെ വലിയ കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ മാനേജർമാരുമാക്കി കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കുന്ന ധനവാന്മാരാക്കി മാറ്റി. എന്ത് കിട്ടി എന്ന് പറയാൻ പറയും. അവർ യേശുവിനെ കിട്ടിയോ? ഒരു സ്ഥലത്ത് മധ്യപ്രദേശിലെ അംബികാപൂർ എന്ന സ്ഥലത്ത് ഭയങ്കര പീഡനം. നമ്മുടെ സിസ്റ്റേഴ്സിനെ ആശുപത്രിയിലേക്ക് പീഡിപ്പിക്കുന്നു. അപ്പോൾ ആ സിസ്റ്റർ വിളിച്ചു പറഞ്ഞു, ചെയ്യുമ്പോൾ ഇവിടെ ഭയങ്കര പീഡനമാണ് ഞങ്ങൾക്കെതിരെ. ഞാൻ പറഞ്ഞു, കുർബാന എഴുന്നള്ളിച്ച് വെച്ച് നിരരാത്രം പ്രാർത്ഥിക്കുക. നമ്മുടെ 2 പ്രാർത്ഥനക്കാരെ ഞാൻ അയക്കാമോ? ഹോസ്പിറ്റലിലെ ചാപ്പലിൽ 24 മണിക്കൂർ ആരാധന എഴുന്നള്ളിച്ച് വെച്ച് നമ്മുടെ ആളുകൾക്ക് പ്രാർത്ഥിക്കുകയും നിങ്ങളുടെ സിസ്റ്റർമാർ അരമണിക്കൂറെങ്കിലും അത് പ്രാർത്ഥിക്കുക, നേഴ്സുമാർ അരമണിക്കൂർ വെച്ച് പ്രാർത്ഥിക്കുക, വാച്ച്മാനും അവിടെ ഇരിക്കുന്ന ആൾക്കാരും പകൽ സമയത്ത് രോഗികളെ കാണാൻ വരുന്നവരൊക്കെ ഹോസ്പിറ്റലിൽ ചാപ്പലിൽ വരട്ടെ. ഓപ്പറേഷൻ തിയേറ്ററിന് മുമ്പിൽ നിന്ന് കരയുന്ന ആൾക്കാരോട് ചാപ്പലിൽ വന്നിട്ട് കരയാൻ പറയും. 2 മാസത്തിനകത്ത് ഹോസ്പിറ്റലിൽ അത്ഭുതകരമായ വ്യത്യാസം. സകല പ്രശ്നങ്ങളും സോൾവായി. ചാപ്പലിൽ നിറച്ച ആളുകൾ. എല്ലാ നേഴ്സുമാരും അരമണിക്കൂർ വെച്ചൊന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പൊ 24 മണിക്കൂർ അഡറേഷൻ. സാവധാനം 5-6 മാസം കഴിഞ്ഞപ്പോൾ നമ്മുടെ ആളുകളെ പിൻവലിച്ചു. ഇപ്പോഴും 14 വർഷത്തോളം ഇപ്പോഴും ആശുപത്രിയിൽ 24 മണിക്കൂർ ആരാധന നടന്നുകൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ട് നമ്മുടെ എല്ലാ കത്തോലിക്ക ആശുപത്രികളിലും ഇങ്ങനെ ചെയ്തുകൂടാ? ഈ രോഗികളുടെ എല്ലാ സഹനവും വേദനയും എല്ലാം ഭയങ്കര ഒരു കഴുത്താവിൽ കാഴ്ചവെക്കേണ്ടതല്ലേ? ഇതൊക്കെയാണ് ഇനി ഉണ്ടാകേണ്ട ചലനങ്ങൾ. നമ്മൾ വലിയ ഇൻസ്റ്റിറ്റ്യൂഷനലൈസ് ആയതുകൊണ്ട് മാത്രം പോരാ, ആ ഇൻസ്റ്റിറ്റ്യൂഷനെല്ലാം ദൈവം തന്നിരിക്കുന്നതാണ്. ഈ ഒരു ശുശ്രൂഷയ്ക്ക്, ഈ ഒരു ചാരിറ്റിക്ക് മാത്രമായിട്ടല്ല, അതിലൂടെ എല്ലാം ദൈവരാജ്യം പടരുന്നതിന് സഹായമാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് പുതിയ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഇനി വരാനുണ്ട്. അതിനുവേണ്ടി ശക്തമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. നമുക്കൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ജ്ഞാനത്തിന്റെ പ്രാർത്ഥനയിൽ നമ്മൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ എന്നെക്കുറിച്ച് എല്ലാവർക്കും ഒരു പ്രേക്ഷിത ദൗത്യമുണ്ടെന്ന്. ഇവിടെയുള്ളവരെല്ലാം പ്രേക്ഷിതരാണ്. പക്ഷെ നമുക്കുണ്ടാകേണ്ട ഈ മറ്റൊരു ബോധ്യം, നമ്മുടെ സമൂഹത്തിലുള്ള എല്ലാ മനുഷ്യർക്കും, ക്രിസ്ത്യാനിയായാലും അക്രൈസ്തവരായാലും, അവന് ക്രിസ്തുണ്ട്. അവൻ അത് പൊട്ടിത്തെറിക്കണം. അവൻ്റെ ഉള്ളിൽ അത് പൊട്ടിത്തെറിക്കണം എന്ന് പറയുന്നത് സ്ഫോടനമുണ്ടാകും. എന്ന് പറഞ്ഞാൽ അവരെ പിടിച്ച കിട്ടാത്ത മാതിരി അവരത് പ്രഘോഷിക്കണം. അപ്പൊ നമ്മൾ ഈ ഡൈനാമിക് വെക്കണമായില്ല. ഡൈനാമിക് എന്ന് പറഞ്ഞാൽ ചെറിയ തോട്ട വെച്ചുകൊണ്ട് പാറ പൊട്ടിക്കില്ലേ, അവിടെ കൊഴി ഒഴിച്ചതിനകത്ത് തോട്ട വെച്ചിട്ട് അതിന്റെ കണക്ഷൻ വയറിങ്ങനെ ദൂരെ വെച്ചുകൊണ്ട് കറങ്ങി പൊട്ടി. എന്ന മാതിരി നിങ്ങൾ പ്രാർത്ഥിക്കണം. സ്കൂളുകളിലും പാരന്റ്സുകളിലും എല്ലാവരിലും തോട്ട വെക്കണം. നമ്മൾ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ മതി. അവിടെ പൊട്ടിത്തെറിക്കും. എന്ത് പൊട്ടിത്തെറിക്കും? അവന്റെ ഉള്ളിലുള്ള പാറ പൊട്ടിത്തെറിക്കും. അവൻ യേശുവിനെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റാത്ത മതിയാണ്. എല്ലാ മേഖലകളിലും ചാരിറ്റി, കത്തോലിക്ക സഭ വെറും ഒരു ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ല. ഇത് എവാഞ്ചലൈസേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ. മിഷൻ സൺഡേ, എല്ലാ മിഷൻ സൺഡേയിലും പിതാക്കന്മാർ പറയുന്നതാണ് ചർച്ച് എക്സിസ്റ്റ് ഫോർ മിഷൻ. സഭയുടെ എക്സിസ്റ്റൻസ് പ്രേക്ഷിതത്വത്തിനായിട്ടാണ്, ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷനായിട്ടല്ല സഭ. എന്നാൽ ചാരിറ്റി അതിൻ്റെ ഭാഗമാണ് താനും. പക്ഷേ അതിൻ്റെ ആദ്യത്തെ ഭാഗം എന്താ? വാട്ട് ഈസ് ദ ഫസ്റ്റ് റീസൺ? ഇപ്പൊ ഒരു കാലഘട്ടത്തിൽ നോർത്ത് ഇന്ത്യയിലും എല്ലാം പാൽപ്പൊടി, ഗോതമ്പും പാലും എല്ലാം വാരിക്കോരി ചാരിറ്റി കൊടുത്തു. അതെല്ലാം കൊടുത്ത് തിന്ന് മനുഷ്യന്മാർ പോയി. എന്തുകൊണ്ടുണ്ടായി? ആർക്കെങ്കിലും ദൈവത്തിന് കൊടുത്തോ? പശുവിന് കൊടുത്തു, പോത്തിന് കൊടുത്തു. എന്തുകൊണ്ടുണ്ടായി? അവർ പശുവും പോത്തുമായിട്ട് പോയി കുറെ കഴിഞ്ഞപ്പോൾ പള്ളി വിട്ടു.
ഞാൻ പറയുന്നത് ചാരിറ്റിനെ വിമർശിക്കുകയല്ല. ഇതിനപ്പുറത്തൊരു ദൗത്യം നമുക്കുണ്ട്. നമ്മളിതെല്ലാം ചെയ്യുമ്പോൾ ദരിദ്രനോട് കരുണ കാണിക്കുമെന്ന് കർത്താവ് പറയുമ്പോൾ ദരിദ്രൻ എന്ന് പറഞ്ഞപ്പോൾ തന്നെ രണ്ടർത്ഥമാണ് അതിനകത്തുള്ളത്. ദാഹം എന്ന് പറയുമ്പോൾ രണ്ടർത്ഥമാണുള്ളത്. എന്താ? ആത്മാവിന്റെ ദാരിദ്ര്യം, ശരീരത്തിന്റെ ദാരിദ്ര്യം. നമ്മൾ കാണുന്നത് മുഴുവനും ശരീരത്തിന്റെ ദാരിദ്ര്യമാണ്. ഒരു അനാഥാലയത്തിൽ കുറെ ചോറ് പോയി കൊടുക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ ഉടനെ ഓടിച്ചാടി കൊണ്ടുവന്ന് കൊടുക്കും. നല്ല കാര്യം. പക്ഷേ അവരുടെ വേറൊരു അനാഥത അവർക്കുണ്ട്. അവരുടെ ഉള്ളിൽ ദൈവത്തെ കാണാത്ത ഒരു അനാഥത ഉണ്ട്. അവരുടെ ഉള്ളിൽ ദൈവത്തിന്റെ അറിവിനറിയാത്തൊരവസ്ഥയിൽ ഇത് നമ്മൾ കാണാത്തത് എന്തുകൊണ്ട്? മദർ തെരേസ എന്ന് പറഞ്ഞിട്ടുള്ളത് വെസ്റ്റേൺ വേൾഡിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഭയങ്കര കൽക്കട്ടയിലെ ദാരിദ്ര്യം കൊണ്ട് മനുഷ്യൻ മരിക്കുന്നു. അവിടെ ചെന്നപ്പോൾ മനുഷ്യൻ തിന്ന് മരിക്കണം. ഓവർ ന്യൂട്രീഷൻ കൊണ്ട് മരിക്കണം. തിന്നിട്ട് എന്താണ് ഇന്ന് ദാരിദ്ര്യം മാറ്റി നമ്മുടെ നാട്ടിലും തിന്ന് കൊഴുത്ത് കാശൊക്കെ വെച്ച് ഭയങ്കരമായിട്ട് തിന്ന് അത് കഴിഞ്ഞിട്ട് കാശ് ചെലവാക്കി ജിമ്മിൽ പോയിട്ട് എക്സസൈസ് ചെയ്ത് അത് എരിച്ച് കളയാം. മനസ്സിലായോ? കാശ് കൊടുത്ത് സാധനങ്ങളെല്ലാം മേടിച്ച് തിന്ന് കൊഴുത്ത് കഴിഞ്ഞിട്ട് പിന്നെ 2-3 മണിക്കൂർ ഓടി എക്സസൈസ് അല്ലെങ്കിൽ ജിമ്മിൽ പോയിട്ട് എക്സസൈസ് ചെയ്യും. ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ സംസ്കാരം. അപ്പോൾ ഈ തീറ്റയ്ക്കും ഈ ഭക്ഷണത്തിനും ഈ ബാഹ്യമായിട്ടുള്ള ഇതിനെ നമ്മൾ അവരെ പഠിപ്പിച്ചിട്ട് ഇത് ചെയ്ത ഇന്നത് കിട്ടും, ഇത് ചെയ്ത ഇന്നത് കിട്ടും, ഇങ്ങനെ. അതിന് പകരം കുറെ പേര് ദാരിദ്ര്യത്തിൽ കിടക്കട്ടെ. കർത്താവ് ഈശോ മിശിഹാ എന്തിനാ ദരിദ്രനായി പറഞ്ഞത്? എനിക്ക് ആരെങ്കിലും ദാരിദ്ര്യം ഉണ്ടെന്ന് പറയുമ്പോൾ ഞാൻ അവരെ വാങ്ങുക. അതായത് നീ മറ്റൊരു ക്രിസ്തുവാണ്. നിനക്ക് വീടില്ലേ? നല്ല കാര്യം. അതായത് നീ യേശുവിനെ പോലെയാണ്. അയ്യോ എൻ്റെ വീട് വീഴാൻ പോകും, പ്രേരിതനോട്. അതായത് നീ യേശുവിനെ പോലെയാണ്. ഇപ്പൊ ഇവിടെയുള്ള ദരിദ്രരായിട്ടുള്ളവരോട് ഞാൻ പറയുകയാണ്, നിങ്ങളുടെ ആ ദാരിദ്ര്യത്തെ ഒന്ന് സ്നേഹിച്ച്. ഇന്ന് യൂറോപ്പിന്റെയും ജർമ്മനിയുടെയും അധപ്പതനം, ആത്മീയ അധപ്പതനത്തിന്റെ കാലം. അവിടെ വിശുദ്ധന്മാരില്ലാഞ്ഞിട്ടാണ് നമുക്ക് ഇപ്പോഴും 1-2 വിശുദ്ധന്മാരെ കിട്ടിയത്. അവിടെ വിശുദ്ധന്മാർ എത്രായിരം വിശുദ്ധന്മാരാണ്. അവരെല്ലാം ഇന്ന് ജീവിക്കുന്നുണ്ടോ ഇല്ലയോ? ഉണ്ടോ ഇല്ലയോ? ഉണ്ട്. എന്നിട്ടും എന്തുകൊണ്ടാണ് അവിടെ വീര്യമില്ലാത്തത്? വീര്യമില്ലാത്തത് അവരുടെ ജീവിതം മുഴുവനും സ്വർണവും പണവും ഈ ഭൗതികത കൊണ്ട് മൂടിക്കിടക്കുകയാണ്. അവരുടെ കംപ്ലീറ്റ് ഫോക്കസ് ആത്മീയതയിലല്ല, ഭൗതികതയിലാണ്. നമ്മൾ ഇപ്പോൾ അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ആത്മീയ വീര്യം ഉണ്ടാവില്ല. നമ്മൾ നാളെ എങ്ങനെ ജീവിക്കണം എന്ന് കർത്താവിന് അറിയാം. കർത്താവ് തരും. നമ്മൾ അധികം ആവശ്യപ്പെടേണ്ട ആവശ്യമില്ല. അതാണ് ദാരിദ്ര്യം എന്ന് പറയുന്നത്. എന്നാൽ എല്ലാവരും സെറ്റിൽഡ് ലൈഫിലേക്ക് പോവുകയാണ്. ഇതൊക്കെ പ്രേക്ഷിത പ്രവർത്തനത്തിനെ നിർവീര്യമാക്കുന്ന കാര്യങ്ങളാണ്. പരിപാടി നിർത്തണോ? ഞാൻ ഒരു കാര്യം പറയണം. പ്രേക്ഷിതരാവണമെന്നുണ്ടെങ്കിൽ വചനം പഠിച്ചതുകൊണ്ടും വചനം പഠിക്കണം. ജീവിതത്തിൽ കർത്താവിന് വേണ്ടി പ്രിയോറിറ്റി കൊടുക്കണം. കർത്താവിന് വേണ്ടി ദാരിദ്ര്യമെടുക്കാൻ തയ്യാറാകണം. കർത്താവിന് മെറ്റീരിയലിനേക്കാൾ കൂടുതൽ ആത്മാവിൻ്റെ കാര്യത്തിന് നമുക്ക് കൊടുക്കണം. അപ്പോഴേ നമുക്കൊരു ശക്തി കിട്ടും. അതിൻ്റെ ഒരു സാമ്പിളാണ് ഈ ഉപവാസമെല്ലാം. പക്ഷേ നമ്മളുടെ ജീവിതം എന്ന് പറയുന്നത് പ്രേക്ഷിത ചൈതന്യം തുടിക്കണമെങ്കിൽ ഇന്ന കാര്യങ്ങൾ ആവശ്യമുണ്ട്. ഈശോ ഒരാളോട് പറഞ്ഞല്ലോ, അപ്പനെ ശവസംസ്കരിച്ചിട്ട് വരുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അതാണ് ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായത്തിന്റെ അവസാനം. 10-ാം അധ്യായം ആരംഭിക്കുന്നത് എന്ത് പറഞ്ഞുകൊണ്ടാ? അനന്തരം അവൻ മറ്റ്72 പേരെ തെരഞ്ഞെടുത്തു. കണ്ടോ? ഈശോന് മനസ്സിലായി ഇങ്ങനെ പോയാൽ നമ്മുടെ ജോലി നടക്കില്ല. 9-ാം അധ്യായത്തിൽ അപ്പസ്തലന്മാരെ വിളിച്ച അവിടത്തേക്ക് അയച്ചു. അവർ വലിയ കാര്യങ്ങളെല്ലാം ചെയ്തു. പക്ഷേ 9-ാം അധ്യായത്തിന്റെ അവസാനത്തിൽ ഒറ്റാൾ പോലും യേശുവിനോട് വരാൻ തയ്യാറാവുന്നില്ല. യേശു നേരിട്ട് കണ്ടുപിടിക്കുകയാണ്, നീ വായോ, ദൈവരാജ്യത്തെ കുറിച്ച് ഇല്ല, എനിക്ക് ആ പണിശം, നീ വായോ, ഇല്ല, ഞാനിപ്പോൾ കല്യാണം
ഈ വായുവില്ല, ഞാനിവിടെ 2 കാളയെ മേടിച്ചു. അനന്തരം 10-ാം അധ്യായം പറയുന്നത് എന്താ? അനന്തരം അവൻ മറ്റ് 72 പേരെ തെരഞ്ഞെടുത്തുകൊണ്ട് ഈ 2 പേരായി താൻ പോകാനിരുന്ന പട്ടണങ്ങളിലേക്ക് തനിക്ക് മുൻപേ അയച്ചു. കണ്ടു? തനിക്ക് മുൻപേ. അത് വലിയൊരു കാര്യമാണ്. യേശു പോകുന്നില്ല, ഞാനിവിടെ ഇരിക്കുകയാണ്. ആദ്യം നിങ്ങൾ പോയിട്ട് എന്ത് ചെയ്യണം? അവിടെ നിന്ന് പ്രാർത്ഥിക്കുക, വിളവിന്റെ നാഥനോട് പ്രാർത്ഥിക്കുക. ഇവിടുത്തെ അന്ധകാരം അകലട്ടെ, ഇവിടെ പ്രേക്ഷകരുണ്ടാകട്ടെ. എന്നിട്ട് പറയുകയാണ്, കൃത്യമായിട്ട് പറയുകയാണ്, കൃത്യമായ ഒരു ഡയറക്ഷൻ തരികയാണ്. നിങ്ങൾ പോകുമ്പോൾ എന്ത് ചെയ്യണം? പോകുമ്പോൾ എന്ത് ചെയ്യണം? മണി പേഴ്സ് എടുക്കരുത്, സഞ്ചി എടുക്കരുത്, വടി എടുക്കരുത്, പിന്നെന്താ പാദരക്ഷകൾ എടുക്കരുത്. എന്തിനാണ്? ആരെയും അഭിവാദം ചെയ്യുകയരുത്. എന്ത് പരിപാടി? ഒരാൾ അഭിവാദം ചെയ്യുന്ന പറഞ്ഞാൽ അത് അൺക്രിസ്ത്യനല്ലേ? ഒരു ക്രിസ്ത്യാനിയാണോ ഒരാൾ അഭിവാദം ചെയ്യുന്നവർ? കണ്ടോ എഴുതിയിരിക്കുന്നത്? എന്തുകൊണ്ടാണത്? നിങ്ങളെ ഇപ്പോൾ ഈ പ്രത്യേക മിഷന് വേണ്ടി അയക്കുക. മടിശീലയോ സഞ്ചിയോ ചെരിപ്പോ നിങ്ങൾ കൊണ്ടുപോകരുത്. വഴിയിൽ വെച്ച് ആരെയും അഭിവാദം ചെയ്യുമരുത്. അതായത് ഇതാണ് പ്രേക്ഷിത പ്രവർത്തനത്തിലെ ഏറ്റവും പ്രധാന ഒരു കാര്യം. പ്രാർത്ഥന പ്രേക്ഷിതത്വത്തിന് വേണ്ടി ഇവരെ അയച്ചിരിക്കുകയാണ്. അവരെ ചെറുപ്പിട്ട് അവിടെ കറങ്ങിയടിച്ച് നടക്കാനല്ല അവർ പോകേണ്ടത്. അവരവരുടെ പൈസ ചെലവാക്കാൻ വേണ്ട. അവർ മടിശീല കൊണ്ടുപോയിട്ട് അവിടെയുള്ള സാധനങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവരാൻ വേണ്ട. ആരോടും അറിയാതെ മൗനമായിട്ട് കർത്താവ് തരുന്ന ദാരിദ്ര്യം ഉപയോഗിച്ച് അവിടെ നിന്ന് പ്രാർത്ഥിക്കണം. ഈ വചനം എന്തുകൊണ്ട് പൂർത്തിയാവുന്നില്ല? മടിശീലയോ സഞ്ചിയോ ചെരുപ്പോ വടിയോ എടുക്കരുത്. ആരെയും അഭിവാദനം ചെയ്യും. ഞങ്ങൾ ഇവിടെ നിന്ന് ഒരുപാട് പേരെ നോർത്ത് ഇന്ത്യയിലേക്ക് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് അയക്കും. ഈ കണ്ടീഷനിലാക്കിയിട്ടല്ല. പക്ഷേ ഒരു ദിവസം ഒരുത്തൻ പോണ നേരത്ത് വണ്ടിയിൽ കയറി കഴിഞ്ഞപ്പോൾ അവൻ്റെ കൂടെ 10-ാം ക്ലാസ്സിൽ പഠിച്ച ഒരു പെൺകുട്ടീനെ കണ്ടു. അവനെ ഉടനെ അവൾ അഭിവാദനം ചെയ്തു. അവളൊന്നെ അവൻ ഉടനെ എന്നിട്ട് ഇവർ 2 പേരും കൂടി ഇവിടുന്ന് ബാങ്ക് വരെ പോകുന്ന വഴിക്ക് എത്ര കൊന്നു ചെല്ലണമെന്നുള്ളതായിരുന്നു കണക്ക്. അത് കംപ്ലീറ്റ് പോയി. നമ്മളുടെ ഇവിടുന്ന് പോകുമ്പോൾ ട്രെയിനിൽ ഇവിടുന്ന് കാശ്മീർ വരെ പോകുമ്പോൾ ഈ പോണ വഴിക്ക് കംപ്ലീറ്റ് കൊന്നല്ലെങ്കിൽ ഈ ഭാരതത്തിന് മുഴുവൻ അനുഗ്രഹിച്ചുകൊണ്ട് പോകണമെന്നുള്ളതാണ് നമ്മുടെ താല്പര്യം. ഈ 2 പേര് പോകുമ്പോൾ. പക്ഷേ ഇവിടെ ഇപ്പോൾ ഇവൻ്റെ കൊന്തയില്ല. അവൻ അവളുമായിട്ട് സംസാരിച്ചുകൊണ്ട് അവിടെ വരും. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ പിന്നെ എല്ലാ ദിവസവും കാണാൻ പോയി. 10 ദിവസം കഴിക്കുമ്പോൾ അവൻ പ്രാർത്ഥന വിട്ട് പോയി അവളുടെ കൂടെ. ഒരു അഭിവാദനം. അപ്പോ നമ്മൾ കർത്താവിന്റെ ദൗത്യത്തിന് വേണ്ടി ഇറങ്ങാണെങ്കിൽ ഇപ്പൊ ഞാൻ ഇവിടെ എല്ലാം പോകുന്നുണ്ട്. ആൾക്കാർ ഇതൊക്കെ കാണാലോ. ഒരു അരമണിക്കൂർ പോലും ഒരു സൈറ്റ് സീയിങ്ങിൽ എനിക്ക് സമയം കിട്ടാറില്ല. അമേരിക്കയിൽ പോകുന്നു, ഇംഗ്ലണ്ടിൽ പോകുന്നു, ജർമ്മനിയിൽ പോകുന്നു. അരമണിക്കൂർ പോലും ഞാൻ അവിടെ ഒരു സ്ഥലം കാണാനോ ടൂറിസ്റ്റിനോ ഞാൻ പോകാറില്ല. പോകാൻ പറ്റില്ല. നമ്മൾ പോകുന്നത് ഒരു മിഷനാണ്, ദൗത്യം. ആ ദൗത്യത്തിന് വേണ്ടി നമ്മൾ കമ്മിറ്റഡ് ആയിരിക്കും. അതാണ് ഇവിടെ പറയുന്നത്. മടിശീലയോ ഇതൊന്നും എടുക്കരുത്. നമ്മുടെ ദൗത്യമാണ് അവിടെ. ദൗത്യമെല്ലാം ഞാൻ നിന്നെ അയക്കുന്നു, നീ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ദൗത്യം. അപ്പോ ഈശോ തന്നെ ചെയ്തതെന്താ? ഈശോ തന്നെ തൻ്റെ പ്രവർത്തനത്തെ ശക്തിപ്പെടുത്താൻ വേണ്ടി ആദ്യം പ്രാർത്ഥനാ പ്രേക്ഷകത്തിന് മുൻതൂക്കം കൊടുക്കണം. മാതാവും അപ്പസ്തോലന്മാരും 9 ദിവസം ദിനരാത്രം ഇരുന്ന് പ്രാർത്ഥിച്ചു. അപ്പോഴാണ് പെന്തക്കോസ്ത് ഉണ്ടായത്. ഏക ഹൃദയമായി ഐക്യത്തിൽ പ്രാർത്ഥിച്ചു. ഇനിയും നമ്മൾക്കുണ്ടാകേണ്ട പ്രേക്ഷിത പ്രവർത്തനം ശക്തിപ്പെടണമെങ്കിൽ പ്രാർത്ഥനാ പ്രേക്ഷിതത്വം ശക്തിപ്പെടണം. ദിനരാത്രം പ്രാർത്ഥനയുണ്ടാകണം. വ്യത്യസ്ത തരത്തിലുള്ള പ്രാർത്ഥനയുണ്ടാകണം. ഉപവസിച്ചിട്ടുള്ള പ്രാർത്ഥനയുണ്ടാകണം.
നമുക്കൊന്ന് പ്രാർത്ഥിക്കാൻ പറ്റാതെ പൂർണ്ണ സൗഖ്യം അവസ്മാര രോഗിയാണ് യേശുവിന്റെ നാമത്തിൽ സൗഖ്യമുണ്ടാകട്ടെ. In the name of Jesus, be healed. ഇനി അടുത്തത് ഈ മർക്കോസിന്റെ സുവിശേഷത്തിന്റെ അവസാനം പറഞ്ഞിരിക്കുന്നതാണ് സർപ്പങ്ങളെ കയ്യിലെടുക്കുന്നവർ. സർപ്പങ്ങളെ കയ്യിൽ നമുക്കെതിരെ വരുന്ന സകലത്തിനെയും കയ്യിലെടുക്കാനുള്ള ശക്തിയാണ് കർത്താവ് തന്നിരിക്കുന്നത്. നമ്മൾ അതുകൊണ്ട് ഭയപ്പെടാനല്ല. നിങ്ങൾ അന്ധകാര ശക്തികളെ ബഹിഷ്കരിക്കും. ഞാൻ പറഞ്ഞു, ഇപ്പൊ നമ്മൾ രാത്രി കിടന്ന് ഉടനെ വിചാരം നമ്മളെ കുഴപ്പത്തിൽ പിടിച്ച് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഉടനെ പറഞ്ഞു പോകേണ്ട യേശുവിന്റെ നാമത്തിൽ പോയോ? ഞാൻ ഒരു വീട്ടിൽ ചെന്നപ്പോൾ ആ വീട്ടിൽ 12 വയസ്സായ ഒരു പയ്യൻ അവൻ ഓടിപ്പോയി കട്ടിൻ്റെ അടി പോയി വിളിച്ചു. അതാണ് അങ്ങനെയാണ് പറഞ്ഞത്. അവൻ ആര് വന്നാലും പേടിയാ പൊളിച്ച്